ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് US വിസ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. എനിക്കുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് മുംബൈയിലായിരുന്നു US വിസ ഇൻ്റർവ്യൂ. അപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടിയത് ഏകദേശം ടൈം കിട്ടിയത് 8:40 അപ്പോൾ ഒരു 8:30 to 9 മണിയുടെ ഇടയിലാണ് അവരത് അങ്ങോട്ട് അകത്തോട്ട് കയറ്റണം. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. പിന്നെ നമുക്ക് DX-160 എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്. പിന്നെ കമ്പനി കവർ ലെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളകത്തോട്ട് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഒരു ബാഗൊന്നും അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സാധനങ്ങളും, ആകെ ഒരു കവർ ഫോൾഡർ മാത്രം നമുക്ക് അകത്ത് കയറ്റാൻ പറ്റും. മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല. കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരകത്തോട്ട് നമ്മളെ കയറ്റി വരുന്നത്. അപ്പോൾ മാക്സിമം ഇതെല്ലാം ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഇതൊന്നും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ US വിസ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. ആരും ടെൻസ്ഡ് ആവണ്ട, നോർമലായിട്ട് പോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളതുള്ളൂ. ഇതിൽ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തും. ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ലൈനായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ കൗണ്ടറിലോട്ട് അവർ വിടും. ആ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ 3 പേര് വെച്ചാണ് ഇരിക്കുന്നത്. അവിടെ വെച്ച് നമ്മൾ ടെൻഷനായി ഒന്നും വേണ്ട, നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡി ആയിട്ട് വെക്കുക. പലർക്കും റിജക്ഷനായി പോകുന്നുണ്ടാവും, പലർക്കും കിട്ടിപ്പോകുന്നുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കണ്ട. മെയിനായിട്ട് നമ്മുടെ ഓഫീസേഴ്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചോദിക്കും. എല്ലാം സത്യസന്ധമായിട്ട് നമ്മൾ ഉത്തരം പറയുക. പേര്, അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ, ഏത് പൊസിഷനിലാണ്, ഏത് കമ്പനിയിലോട്ടാണ് നിങ്ങൾ ഹയർ ചെയ്തേക്കണത്, സാലറി എത്രയാണ് കമ്പനിയുടെ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഉത്തരം പറയുക. അപ്പോൾ നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ പറയും യുവർ വിസ ഈസ് അപ്രൂവ്ഡ്, അല്ലെങ്കിൽ ഗ്രാൻഡഡ് എന്ന് പറയും. റിജക്റ്റഡ് ആണെങ്കിൽ അവർ പാസ്പോർട്ട് തിരിച്ചു തരും. അതുപോലെ തന്നെ ഒരു പേപ്പർ തരും. 2-3 ആർട്ടിക്കിളുള്ള പേപ്പറുണ്ട്, 221A എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേപ്പറുണ്ട്. അപ്പോൾ റിജക്റ്റഡ് ആണെങ്കിലും അപ്രൂവ്ഡ് ആണെങ്കിലും അപ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ പലർക്കും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ US വിസയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് സീമാൻ്റെ C1D വിസേനെ കുറിച്ചാണ്. C1D വിസ മാത്രമാണ് ഇത് ഞാൻ പറയണത്. നമുക്ക് വേണ്ട, അതായത് ഷിപ്പിലോട്ട് ട്രാൻസിറ്റ് ആയിട്ട് പോകേണ്ട കാര്യങ്ങളും, പിന്നെ നമ്മൾ അമേരിക്കയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്നായിരിക്കും നമ്മൾ ഷിപ്പിലോട്ട് കയറുന്നത്. അല്ലെങ്കിൽ 1 day അല്ലെങ്കിൽ 2 day സ്റ്റേ ഒക്കെ അവിടെ ഉണ്ടാവും. ഇപ്പോൾ കാലിഫോർണിയ, ഫ്ലോറിഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷിപ്പ് ആണ് അറൈവൽ അവിടെയാണെങ്കിൽ അവിടെ നമുക്ക് 1-2 ദിവസം സ്റ്റേ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ട്രാൻസിറ്റ് വിസയാണ്. പക്ഷേ ഇത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. പിന്നെ 5 year വിസയാണ്. ഇത് സീമാൻ മാത്രമുള്ള വിസയാണ്. അപ്പോൾ ഇതിൽ ടെൻസ്ഡ് ആയ കാര്യങ്ങളൊന്നും വേണ്ട. പലരും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫേസ് എത്തിക്കഴിയുമ്പോൾ നമ്മളാകെ ടെൻസ്ഡ് ആവും. അതൊന്നും വേണ്ട. ചോദ്യങ്ങൾ ചോദിക്കുന്നത് കറക്റ്റായിട്ട് ഉത്തരം പറയുക. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അത്യാവശ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത് ഹെൽപ്ഫുള്ളാവും. ഈ വീഡിയോ മാക്സിമം സീമാൻസിന് അയച്ചു കൊടുക്കുക. C1D വിസ എടുക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അവർക്കിത് ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതിൽ ഒട്ടനവധി ചോദ്യങ്ങൾ, പലരോടും ചോദിച്ച ചോദ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യങ്ങളാണ് എല്ലാവരും. അപ്പോൾ ജസ്റ്റ് അതെല്ലാം പഠിച്ച് ഫയലെല്ലാം റെഡി ആക്കിയിട്ട് പോവുക. എല്ലാം പ്രാർത്ഥനയോടെ എല്ലാവരും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വന്നവരെ എല്ലാവർക്കും താങ്ക് യു.